എല്ലാവിധ നാഷണൽ നവീകരിച്ച പല്ലാരിമംഗലം സ്റ്റേഡിയം മന്ത്രി വി അബ്ദുൾ റഹ്മാൻ നാടിന് സമർപ്പിച്ചു. കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും കളിക്കളം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ പറഞ്ഞു. നവീകരണം പൂർത്തീകരിച്ച പല്ലാരിമംഗലം പഞ്ചായത്ത് EMS സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ വിവിധ പഞ്ചായത്തുകളിലായി 129 കളിക്കളങ്ങൾ ഇതിനകം നിർമ്മിച്ചു കഴിഞ്ഞു. പല്ലാരിമംഗലത്തെ സ്റ്റേഡിയം നാട്ടുകാർക്ക് ഏറെ ഉപകാരപ്പെടും. കോതമംഗലം ചേലാട് സ്റ്റേഡിയം നിർമ്മാണ നടപടികൾ വേഗത്തിൽ തുടങ്ങുമെന്നും മന്ത്രി അറിയിച്ചു. കേരളത്തിന്റെ സാമൂഹിക പരിഷ്കർത്താവുമായ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രിയങ്കരനായ EMSന്റെ പേരിലുള്ള പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥയിലുള്ള ഈ കളിക്കളം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. സ്റ്റേഡിയത്തിന്റെ വർക്ക് ചില സാങ്കേതിക കാരണങ്ങളാൽ മുടങ്ങിക്കിടക്കുകയായിരുന്നു. ഇന്നത് പൂർത്തീകരിക്കാനും ഈ പ്രദേശത്തെ യുവജനങ്ങൾക്ക് അത് നല്ല രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ഈ ഉദ്ഘാടന ചടങ്ങിന്റെ അധ്യക്ഷൻ ഏറ്റവും ബഹുമാന്യനായ എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയായിട്ടുള്ള ശ്രീ ആന്റണി ജോൺ, നിങ്ങളുടെ പ്രിയപ്പെട്ട MLA. അദ്ദേഹം കോതമംഗലം നിങ്ങളുടെ ഈ പ്രദേശങ്ങളിലൊക്കെ നടക്കുന്ന വികസന വിശദമായി സംസാരിച്ചു കഴിഞ്ഞാണ്. ഏറ്റവും ബഹുമാനിയായ ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീമതി ഖദീജ മുഹമ്മദ് സ്വാഗത പ്രസംഗത്തിൽ അവരും ഈ കാര്യങ്ങളൊക്കെ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞതാണ്. സാധാരണയായി ഞാൻ സംസാരിക്കും മിക്ക സ്ഥലത്തും മഴ പെയ്യലാണ്. നിലവിലെ നിർവഹണ ഏജൻസിയിൽ നിന്നും കായിക വകുപ്പ് നേരിട്ട് ഏറ്റെടുത്ത സ്പോർട്സ് ഫൗണ്ടേഷൻ വഴി പദ്ധതി യാഥാർത്ഥ്യമാക്കും. 16.5 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം 1 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാർ അനുവദിച്ച 1 കോടി രൂപ ചെലവഴിച്ചാണ് സ്റ്റേഡിയം നവീകരിച്ചത്. ഒട്ടേറെ വർഷങ്ങളായി പഞ്ചായത്തിലെ കായിക പ്രേമികളുടെ പ്രധാന ആവശ്യം സ്റ്റേഡിയം നവീകരിക്കണം എന്നതായിരുന്നു. ഇത് സാധ്യമായിരിക്കുകയാണ്. ഗ്രൗണ്ട് ഡെവലപ്മെന്റ്, ഗ്യാലറി, ടോയ്ലറ്റ് ബ്ലോക്ക്, ഡ്രെയിനേജ്, റിട്ടൈനിംഗ് വാൾ, ഫെൻസിംഗ്, ഫ്ലഡ്ലൈറ്റ്, അനുബന്ധ സിവിൽ ആൻഡ് ഇലക്ട്രിഫിക്കേഷൻ, ഗ്രൗണ്ട് ലെവലിംഗ്, ഇന്റർലോക്ക്, സ്റ്റേഡിയത്തിന്റെ പിൻഭാഗത്തെ ഡ്രെയിനേജ് എന്നീ പ്രവൃത്തികൾ ഉൾപ്പെടുത്തിയാണ് നവീകരണം പൂർത്തീകരിച്ചത്. കായിക പ്രേമികളുടെ ഒരു വലിയ ആവശ്യമായിരുന്നു ഇവിടെ ഒരു നല്ല സൗകര്യമുള്ള ഒരു സ്റ്റേഡിയം വേണമെന്നുള്ളത്. ഇവിടെ നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ചു, 2005 കാലഘട്ടത്തിലാണ് അന്ന് പഞ്ചായത്ത് ഭരണസമിതി ഈ സ്ഥലം വാങ്ങുകയും പിന്നീട് അതൊരു സ്റ്റേഡിയമായി നിർമ്മാണം നടത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഏതാണ്ട് ഇപ്പൊ നമുക്കറിയാം 2005 അത് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഇന്നിപ്പോൾ 20 വർഷക്കാലത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു വലിയ തുക ചെലവഴിച്ചുകൊണ്ടുള്ള ഒരു നവീകരണം നമുക്കിവിടെ സാധ്യമായിട്ടുള്ളത്. പല്ലാരിമംഗലത്തെ സംബന്ധിച്ച് ഇപ്പോഴും നമ്മളൊക്കെ പറയുന്നൊരു കാര്യം. ഉദ്ഘാടന ചടങ്ങിൽ ആന്റണി ജോൺ MLA അധ്യക്ഷനായി. പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ്, യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ S സതീഷ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OE അബ്ബാസ്, FIT ചെയർമാൻ R അനിൽകുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ സഫിയ സലീം, സീനത്ത് മൈദീൻ, റിയാസ് തുരുത്തൽ, നസിയ ഷമീർ, A രമണൻ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ ഷാജി മുഹമ്മദ്, MM ബക്കർ, യൂത്ത് കോർഡിനേറ്റർ ഹക്കീം ഖാൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സൗഹൃദ ഫുട്ബോൾ മത്സരവും സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.